പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം വർക്ക്ഷോപ്പിലിരിക്കുന്ന സമയത്തിന് കമലമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിക്രമിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അന്നേരം വിക്രം പറഞ്ഞിട്ട് എനിക്കിപ്പോൾ വിശക്കുന്നില്ല അമ്മേ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് കമലമ്മക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കമലമ്മ പറഞ്ഞിട്ട് ഇതിപ്പോൾ നീ ഒരു വഴിക്ക് അച്ഛനൊരു വഴിക്ക്, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണോ ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോഴും വിക്രം പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം വേണ്ട അമ്മേ എന്നൊക്കെ പറയും. അപ്പോൾ കമലമ്മ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. കമലമ്മക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടതിനെ വേദ പുറകെ നിൽക്കുന്നുണ്ടാവും. കമലയുടെ സങ്കടം കണ്ടുകൊണ്ടതിന് വേദ പറഞ്ഞിട്ട് അമ്മ വിഷമിക്കേണ്ട, വിക്രം വരുന്ന സമയത്തിന് വിക്രത്തിന് ഭക്ഷണമൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം, അമ്മ പോയി കിടന്നോ എന്ന് പറയും. അന്നേരം കമലമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സങ്കടം പിന്നെ ആരോടാ പറയേണ്ടത്, ഒരു ഭാഗത്ത് മാഷാണെങ്കിൽ ഒരു ഭാഗത്ത് വിക്രം, ഇവർ രണ്ടുപേരെയും ഇടയിൽ കടന്ന് ഞാൻ എൻ്റെ ഉള്ളു നീറിക്കൊണ്ടിരിക്കുകയാണ്. കമലമ്മ ഏതായാലും സങ്കടപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് വേദ വിക്രമിനെ നോക്കിയിട്ട് കണ്ണു നട്ട് അവിടെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറേ നേരം വൈകിട്ടായിരിക്കട്ടെ വിക്രം വീട്ടിലേക്ക് കടന്നു വരുന്നത്. വിക്രമിനെ കണ്ട സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട് കുറേ നേരം നിങ്ങളെ കാത്ത് അമ്മ ഇവിടെ തന്നെ ഇരുന്നു, ഈ സമയത്തും പാവം അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനാ എന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നത്, എനിക്ക് ഏതായാലും ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. അപ്പോൾ വേദ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോന്ന് ഞാൻ അനിയൻ കുട്ടിനെ വിളിച്ച് ചോദിച്ചിരുന്നു, നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്നും പറഞ്ഞു, നിങ്ങൾ വെറുതെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് കള്ളം പറയണ്ട, നിങ്ങൾ പെട്ടെന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞ് കിച്ചണിലേക്ക് പോവാട്ടെ വേദ. വിക്രം അങ്ങനെ കുളിക്കാൻ പോവും. ആ സമയത്തിന് വേദ വിക്രമിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമെല്ലാം തന്നെ വിളമ്പി വെക്കുന്നുണ്ട്. അങ്ങനെ വിക്രം ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട് വിശ്വേട്ടനും ശ്രീചേട്ടത്തിയും അവർ മുറി നമുക്ക് തന്നിരിക്കുക, അവർ അപ്പുറത്ത് കിടക്കാനാണ് പറഞ്ഞത്, നമ്മുടെ മുറി നേരെയാക്കാതെ പിന്നെ എങ്ങനെയാണ് അവിടെ കിടക്കുന്നത്, തൽക്കാലം നമുക്ക് അവരുടെ മുറിയിൽ കിടക്കാമെന്ന് പറയും വേദ. അന്നേരം വിക്രം പറഞ്ഞിട്ട് അതൊന്നും വേണ്ട, ഞാൻ ഏതായാലും എൻ്റെ മുറിയിൽ കിടന്നോളാം, പിന്നെ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാമെന്നും പറയും. നീ ഏതായാലും അവിടെ കിടന്നോ എന്നൊക്കെ പറഞ്ഞ് വിക്രം ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്നും പോവാണ്. വിക്രം നേരെ മുറിയിലേക്ക് പോകുന്നതും കണ്ടുകൊണ്ടതിന് വിക്രമിൻ്റെ പുറകെ പോകുന്നുണ്ട് വേദ. വിക്രം ആകെ കത്തി നശിച്ച ആ ഒരു ബെഡ്റൂമിൽ നിൽക്കുന്നതും കണ്ടുകൊണ്ടതിന് വേദ ചോദിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് വിക്രം കിടന്നുറങ്ങാൻ പോകുന്നത്, വിക്രം ഇനി എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിക്കും. ഇവിടെ നമ്മൾ എങ്ങനെ കിടന്നുറങ്ങും, വിക്രം ഒരു ദിവസത്തേക്ക് അവിടെ വന്ന് കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വിളിക്കുന്നുണ്ട് വിക്രമിനെ. അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ മുറി വിട്ട് ഞാൻ മറ്റെവിടെയും കിടക്കില്ല, ഇതെൻ്റെ മുറിയാണ്, ഇവിടെ കിടന്നാൽ മാത്രമേ എനിക്ക് ഉറക്കം വരുള്ളൂ, നിന്നോട് ഞാൻ അവിടെ കിടക്കാൻ പറഞ്ഞില്ലേ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ ഈ മുറിയിൽ മാത്രമേ കിടന്നുറങ്ങുള്ളൂ എന്ന്, നിങ്ങൾക്ക് ഈ ഒരു മുറിയുമായിട്ട് അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, ഈ മുറി എനിക്ക് സന്തോഷവും വേദനകളും സ്വപ്നങ്ങളും എല്ലാം തരുന്ന മുറിയാണ്, അതുകൊണ്ട് ഇവിടെ മാത്രമേ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അതിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ നിങ്ങളെ ഞാനും സഹായിക്കാം, നിങ്ങളെ കൊണ്ട് ഇത് മൊത്തം ഒറ്റയ്ക്ക് ചെയ്ത് നിൽക്കാനൊന്നും കഴിയില്ല, ഇത് മൊത്തം അങ്ങ് കത്തി നശിച്ചതല്ലേ. അങ്ങനെ വേദ ഓരോ ഹെൽപ്പ് ചെയ്യുന്നതും കണ്ടുകൊണ്ടതിന് വിക്രം അത് തന്നെ നോക്കി നിന്നുകൊണ്ടതിന് വേദയോട് പറഞ്ഞിട്ട് അതെ നീ ഇവിടെ ഹെൽപ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഇതെൻ്റെ വീട്ടുകാർ ഉപേക്ഷിച്ച മുറിയാണ്. അന്നേരം വേദ പറഞ്ഞിട്ട് അവരെ ഉപേക്ഷിച്ച ഒരാളും കൂടി ഈ മുറിയിലുണ്ടല്ലോ, അയാളുടെ ജീവിതത്തിലേക്ക് ഞാൻ കയറി വന്ന സ്ഥിതിക്ക് എനിക്ക് ഏതായാലും ഈ മുറി വിട്ട് പോകാൻ പറ്റില്ലല്ലോ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വേദ അവിടേക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. എന്നാൽ വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ വിക്രമിൻ്റെ മനസ്സങ്ങ് തണുത്തതുപോലെയാവും. വേദ പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങളെ തനിച്ചാക്കിയിട്ട് എനിക്ക് മാത്രമായിട്ട് അവിടെ കിടന്നുറങ്ങണ്ട, നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെയാണ് എനിക്കും കിടക്കാൻ ഇഷ്ടം, നമ്മൾ തമ്മിൽ എത്രമാത്രം അകൽച്ചയുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ തൊട്ടടുത്തുണ്ടാവില്ല, അത് മാത്രം മതി എനിക്ക് എന്നൊക്കെ പറയും. നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ കിടക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വേദ വീണ്ടും അവിടേക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്. ആ ഒരു കേട്ടനൊക്കെ വിരിക്കുന്നുണ്ട്. വിക്രം അപ്പോഴേക്കും ആ ഒരു പടിയൊക്കെ കട്ടിലൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കും. അപ്പോഴേക്കും വേദ വന്നിട്ട് അവിടേക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കുന്നുണ്ട്. വളരെയധികം സ്നേഹത്തോടെ വേദ തനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്ന സമയത്തിന് വിക്രം സ്നേഹത്തോടു കൂടി തന്നെ ആയിരിക്കട്ടെ വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് എത്രയൊക്കെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇവൾ എന്നെ വിട്ടു പോകുന്നില്ലല്ലോ, ഓരോ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴും ഓരോ നിമിഷവും എനിക്ക് ഇവളോടുള്ള ഇഷ്ടം കൂടി കൂടി വരുവാണല്ലോ ഈശ്വര. അങ്ങനെ റൂമെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അവരവിടെ തന്നെ ഇങ്ങനെ കിടക്കാൻ തീരുമാനിക്കുന്ന സമയത്തിന് വിശ്വനിങ്ങനെ ശ്രീജയോട് ചോദിക്കുന്നുണ്ട് അല്ല വിക്രമിനെ വേദയെ മുറിയിൽ കണ്ടില്ലല്ലോ. അവരെ മുറിയിൽ കാണാത്തത് കൊണ്ട് തന്നെ വിശ്വനും ശ്രീജി ഇങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് അവരെ വിക്രമിൻ്റെ മുറിയിൽ കാണും. ആ സമയത്തിന് വിശ്വനും ശ്രീജിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിക്രം ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, ഏകദേശം ഈ മുറി ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ട്, ഇപ്പം തൽക്കാലം ഏതായാലും ഇവിടെ കിടന്നുറങ്ങാൻ പറ്റും, നിങ്ങൾ പോയി കിടന്നോ, ഞാൻ ഏതായാലും ഇവിടെ കിടക്കാൻ പോവുകയാണെന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദയോ എന്ന് ചോദിക്കും. അപ്പോൾ വേദ പറഞ്ഞതിന് ഞാനും ഇവിടെ കിടന്നോളാമെന്ന് പറയും. ഈ മുറിയുടെ അകവശമെല്ലാം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോളാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മുറിയിൽ കിടന്നോളൂ. വിക്രമിൻ്റെ ഈ ഒരു അവസ്ഥയെല്ലാം കാണുന്ന സമയത്തിന് വിഷ്ണുവിന് വല്ലാത്ത സങ്കടം തോന്നും. വിഷ്ണു പറയുന്നത് നീ ഇങ്ങനെ വിഷമിക്കേണ്ട വിക്രം, ഈ മുറി പുതുക്കി പണിയാൻ എൻ്റെ മനസ്സിൽ ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്, പണത്തിന് വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ മാനേജറോട് ഞാൻ പണം ചോദിച്ചിട്ടുണ്ട്,
അധികം വൈകാതെ തന്നെ എനിക്ക് ആ കാശ് കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് മിച്ചം വെച്ചിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മുറി റെഡിയാക്കി എടുക്കാം വിക്രം. നീ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറയട്ടെ വിശ്വന്റെ ആ ഒരു കരുതലും സ്നേഹമെല്ലാം കാണുന്ന സമയത്തിന് വിക്രത്തിന്റെ കണ്ണ് നിറയുന്നുണ്ടെന്ന് മാത്രമല്ല സ്നേഹത്തോടു കൂടി തന്നെ വിക്രത്തിനെ വന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കും. അന്നേരം വിശ്വൻ അങ്ങ് വല്ലാതായിക്കൊണ്ടതിന് വിക്രമിനെ സമാധാനിപ്പിച്ച് പറഞ്ഞിട്ട് എന്താടാ ഇത്, നീ എൻ്റെ കുഞ്ഞനിയനല്ലേ, നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പിന്നെ ഞാൻ തന്നെയല്ലേ സഹായിക്കേണ്ടത്. അച്ഛൻ്റെ വിഷമം കൊണ്ട് മാത്രം അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നതാ, നീ അതൊരിക്കലും കാര്യമാക്കണ്ട. ഇത് നിന്റെ മുറിയാണ്. ഈ മുറിയോട് നിനക്കുള്ള ബന്ധം എത്രമാത്രമാണെന്ന് എനിക്കും ശ്രീജയ്ക്കും നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട വിക്രം എന്നൊക്കെ പറഞ്ഞ് വിശ്വൻ ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന സമയത്തിന് വിക്രം നിറ കണ്ണുകളോടങ്ങനെ ശ്രീജയും അതുപോലെ തന്നെ വിശ്വനെയും മാറി മാറി നോക്കുന്നുണ്ട്. എന്നെ മനസ്സിലാക്കാൻ ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഇനി നിങ്ങളേതായാലും സംസാരിച്ച് സമയം കളയണ്ട, ഉറങ്ങാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിശ്വനും ശ്രീജയും അവിടെ നിന്നും പോവാണ്. ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് വേദക്കും ഒത്തിരി സന്തോഷമായിരിക്കും. അവരവിടെ നിന്നങ്ങ് പോയതിനു ശേഷം വേദ വിക്രമിനോട് പറഞ്ഞിട്ട് ഈ വീട്ടിലെ എല്ലാവരും പാവങ്ങളാ, ശുദ്ധ മനസ്സുള്ളവരാ. പ്രത്യേകിച്ച് വിശ്വേട്ടനും ശ്രീജേട്ടൊക്കെ എത്രമാത്രം സ്നേഹമാണ് അവർക്ക്. ഈ വീട്ടിലെല്ലാവർക്കും നിങ്ങളോട് നല്ല സ്നേഹവും കരുതലൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ മാത്രം നിങ്ങളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അത് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. അതെല്ലാം അച്ഛൻ്റെ മനസ്സെല്ലാം മാറ്റിയെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് മാറാനൊന്നും ആഗ്രഹമില്ലേ? പണ്ടത്തെ പോലെ തന്നെ ആ അച്ഛൻ്റെ സ്നേഹം കിട്ടണമെന്ന് നിങ്ങളും കൊതിച്ചിട്ടില്ലേ? സത്യം പറ വിക്രം, അങ്ങനെ തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദയെ നോക്കിക്കൊണ്ടതിന് വിക്രം പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് അച്ഛൻ്റെ മുന്നിൽ പോവാൻ പേടിയായിരുന്നു എന്ന് പറയും. കാരണം ഞാൻ ഇന്നൊരിക്കലും പണ്ടത്തെ വിക്രമല്ല, ഞാനിന്ന് ഗുണ്ടയാണ്. പിടിച്ചു പറയും കൊലപാതകം മാത്രം നടത്തി വരുന്ന ഒരു ഗുണ്ടയാണ് ഞാൻ. ആ ഒരു മനസ്സോടുകൂടിയാണ് അച്ഛൻ എന്നെ കാണുന്നത്. അതേതായാലും ഇനി ഞാനായിട്ട് തിരുത്തുന്നില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അന്നേരം വേദ പറഞ്ഞിട്ട് എന്നും എക്കാലത്തും അങ്ങനെ തന്നെ ഇരിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങളെ ഞാൻ മാറ്റിയെടുക്കും. ആ ധാരണ തന്നെ അച്ഛനിൽ നിന്നും ഞാൻ മാറ്റിയെടുക്കും. അന്നേരം വിക്രം വേദയോട് എന്തോ പറയാൻ നിൽക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് വേണ്ട, ഇനി നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ ഇനി കിടക്കാൻ നോക്ക്, എൻ്റെ ദേഹം ആദ്യം വേദനിക്കുന്നു, അതുകൊണ്ട് എനിക്കും ഒന്ന് കിടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വേദ നേരെ താഴെ കിടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വിക്രമിന് പാവം തോന്നിക്കൊണ്ടതിന് വിക്രം പറഞ്ഞിട്ട് നീ വേണമെങ്കിൽ കട്ടിൽ കിടന്നോ, ഞാൻ താഴെ തുണി വിരിച്ച് കിടന്നോളാം എന്ന് പറയുന്ന സമയത്തിന് വേദയ്ക്ക് ശരിക്കും അത്ഭുതമായി തോന്നാണ്. എന്നിട്ട് വേദ ചോദിക്കുന്നത് ശരിക്കും എൻ്റെ മുന്നിൽ നിൽക്കുന്നത് വിക്രം തന്നെയാണോ? എന്താ നിങ്ങൾക്ക് പെട്ടെന്നൊരു മനം മാറ്റം? ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ടിട്ട് താഴെ കിടന്നിട്ട് ഒരു വാക്ക് പോലും നിങ്ങളെങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്താ നിങ്ങളുടെ മനസ്സിന് പെട്ടെന്നൊരു ചാഞ്ചാട്ടം എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രത്തിൻ്റെ മനസ്സ് മാറും. വിക്രം പറയുന്നത് അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്തു. നീ എവിടെയെന്ന് വെച്ചാൽ കിടന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം നേരെ കട്ടിൽ കയറി അങ്ങ് കിടക്കും. വിക്രമിൻ്റെ ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് വേദ നിന്ന് ചിരിക്കുമായിരിക്കും. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീജ കുറേ അധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. അതും കണ്ടുകൊണ്ടതിൻ്റെ വേദ ചിന്തിക്കുന്നുണ്ട്. വിക്രമിനെ കുറിച്ചുള്ള പഴയ കാര്യങ്ങളൊക്കെ ശ്രീജേട്ടത്തിൽ നിന്ന് ചോദിച്ചറിയാമെന്നൊക്കെ വേദ ചിന്തിക്കും. വേദ പറഞ്ഞിട്ട് ശ്രീജേട്ടത്തി ഞാനും വരുന്നുണ്ട് ശ്രീജേട്ടത്തിയുടെ കൂടെ, എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറയും. നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിൻ്റെ ശ്രീജേട്ടത്തിൻ്റെ കൂടെ തന്നെ വേദിയും തന്ത്രപരമായിട്ട് കൂടെ പോകുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരികെ വരുന്ന സമയത്തിന് വേദ ചോദിക്കാനിരുന്ന ആ ഒരു ചോദ്യം നേരെ ശ്രീജയോട് ചോദിക്കുന്നുണ്ട്. വിക്രമിന്റെ ഭൂതകാലത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് തന്നെ വേദക്ക് അറിയണമായിരുന്നു. വേദ ഒരു സംശയത്തോടു കൂടി തന്നെ ശ്രീജയോട് ചോദിക്കുന്നത് ശ്രീജയെടുത്തി വിശ്വേട്ടനും വിനായകേട്ടനും ഏകദേശം അച്ഛനെ പോലെയാണ്, സ്വഭാവം കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും എല്ലാം അങ്ങനെയാണ്. പക്ഷേ വിക്രം ഒരിക്കലും അങ്ങനെയല്ല, അതെന്തുകൊണ്ടാണ് കാരണമെന്ന് ചോദിക്കും. അന്നേരം ശ്രീജ പറഞ്ഞിട്ട് വിക്രമിനെ കുറിച്ചിട്ട് വേദക്ക് ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് വേദ ഇങ്ങനെ ചോദിച്ചത് തന്നെ. വിക്രം ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സാധാരണ പെൺകുട്ടികൾ വീടിൻ്റെ വിളക്കാണെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെ ശരിക്കും ആ വീടിൻ്റെ വിളക്ക് തന്നെയായിരുന്നു വിക്രം. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് വിക്രം ഇപ്പോൾ ഇങ്ങനെയായത്? വിക്രം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്? വിക്രമിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചിട്ട് ഇനിയെങ്കിലും ശ്രീജയടുത്തേക്ക് എന്നോട് പറഞ്ഞൂടെ? വിക്രമിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്ന് മറ്റാരേക്കാളും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ശ്രീജയടുത്തി. ഏടത്തി എന്നോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇതാരോടുമായിട്ട് ഷെയർ ചെയ്യില്ല. ശ്രീജ പറഞ്ഞിട്ട് അതേ മോളെ ഞാൻ നിന്നോട് എല്ലാം പറയാമെന്നൊക്കെ പറഞ്ഞ് ശ്രീജ ഏതായാലും വിക്രമിൻ്റെ ആ ഒരു ഭൂതകാലത്തെ പറ്റിയിട്ടുള്ള സകല രഹസ്യങ്ങളും സകല കാര്യങ്ങളും വേദയോട് തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന മാഷിനൊക്കെ കണ്ണിലുണ്ണിയായിരുന്ന വിക്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മാറിയത് എന്നതിനെക്കുറിച്ചും പിന്നീട് പെട്ടെന്നൊരിക്കൽ എന്തുകൊണ്ടാണ് സുധാകര മാഷിന് വിക്രം വെറുക്കപ്പെട്ടനായി മാറിയത് എന്ന കാരണത്തെക്കുറിച്ചെല്ലാം തന്നെ ശ്രീജ വേദയോട് പറയുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ലേ.